വയനാട്ടിലെ നരഭോജി കടുവയെ ചത്ത നിലയിൽ കണ്ടെടുത്തു എന്നുള്ളത് നമുക്കൊക്കെ സന്തോഷം കിട്ടുന്ന കാര്യമാണ്. പക്ഷെ അതേ സമയത്ത് നമ്മളെയൊക്കെ കരളലിയിപ്പിക്കുന്ന, വേദനിക്കുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ കടുവയുടെ വയറ്റിൽ ആ പാവപ്പെട്ട സ്ത്രീയുടെ കമ്മലുകളും ശരീരഭാഗങ്ങളും അവരണിഞ്ഞിരുന്ന വസ്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാകും ആ പൊന്നു സഹോദരി. നമുക്ക് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ച് അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത് നമുക്ക് ഒന്ന് കേട്ടു നോക്കാം. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിൽ ഒരു മെറ്റാലിക് പാർട്സ് ഒന്നും ഇതിനകത്ത് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം റൂൾ ഔട്ട് ചെയ്യേണ്ടായി. കടുവയുടെ ഒരു ഗട്ട് പരിശോധിക്കുമ്പോൾ, കുടൽ ആമാശയൊക്കെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് അദാരുണമായ സംഭവത്തിൽ മരിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ, വസ്ത്രത്തിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കടുവയെ നമുക്ക് അസന്നിഗ്ധമായിട്ട്, അതുപോലെ നമ്മുടെ ക്യാമറ ട്രാപ്പിൽ ഇമേജിൽ പതിഞ്ഞ് കടുവയിന്താണത് പൂർണ്ണമായിട്ടും നമുക്ക് പറ്റി. മരണകാലത്തെക്കുറിച്ച് ഡോക്ടർമാരുടെ അഭിപ്രായം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ കഴുത്തിൽ 4 വലിയ മുറിവുകളുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും ആശ്വാസകരമായിട്ട് ഈ ഒരു കടുവ ചത്ത് എന്ന് കേൾക്കുമ്പോൾ പല രീതിയിലുള്ള വിവാദങ്ങൾ ഇവിടെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നരഭോജി കടുവ ചത്ത നിലയിൽ കണ്ടെത്തി എന്ന് പറയുമ്പോഴും ഫോറൻസിക് ഉദ്യോഗസ്ഥർക്കെതിരെയും നമ്മുടെ ഗവൺമെന്റിനെതിരെയും നിയമപാലകർക്കെതിരെയും കുതിര കയറുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങളുടെ വീഴ്ചയാണ് ആ ഒരു കടുവയെ പെട്ടെന്ന് കണ്ടെത്താത്തതിനുള്ള കാരണം എന്നൊക്കെ പറയുമ്പോൾ ഇത് കടുവയാണ്, എലിയൊന്നും അല്ലല്ലോ. അപ്പൊ അതിനെ പിടിക്കാൻ വളരെയധികം പ്രയാസമുണ്ട് എന്നുള്ളത് ജീവൻ പണയം വെച്ചിട്ടാണ് അവരതിനെ പിടിച്ചിട്ടുള്ളതും. ഇതിനു മുമ്പ് കടുവ ആ ഒരു ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം അഴിച്ചു വിട്ടതും അവർ ഗുരുതരാവസ്ഥയിലായതൊക്കെ നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കടുവയെ നമുക്ക് ജീവനില്ലാത്ത നിലക്ക് അതിനെ കിട്ടി. ആ ഒരു കടുവ തന്നെ ആണ് എന്നുള്ളത് കൺഫേം ആക്കുകയും ചെയ്തു. പക്ഷെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ഗവൺമെന്റ് ഒക്കെ പ്രത്യേകം വളരെ ഗൗരവത്തിൽ തീരുമാനമെടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് എന്താന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ, ഈ ആനയുടെ ആക്രമണങ്ങളും കടുവയുടെ ആക്രമണങ്ങളൊക്കെ കേൾക്കുമ്പോൾ മനുഷ്യന്റെ ജീവന് വിലയില്ലാത്ത പോലെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. മനുഷ്യന്റെ ഗുണത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ ലോകത്തിലുള്ള സർവ്വതും ഈ ദൈവം തമ്പുരാൻ പടച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഒരു പ്രകൃതിപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെ മനുഷ്യന്റെ ജീവന് വിലയില്ലാത്തോണം മൃഗങ്ങൾക്ക് അതിയായ പരിഗണന കൊടുക്കുന്നത് മനുഷ്യ ജീവനുകളെ എടുക്കുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. എത്രയോ ജീവനുകളാണ് ഈ ഒരു കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നരഭോജി മൃഗങ്ങളിലൂടെ നമുക്ക് നഷ്ടമായിട്ടുള്ളത്. അപ്പൊ ഇതിന് കൃത്യമായിട്ട് നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യണം. അല്ലാതെ ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോഴേക്ക് 5 ലക്ഷവും 11 ലക്ഷവും ഒക്കെ ആ കുടുംബത്തിന് പ്രഖ്യാപിക്കുമ്പോൾ ഈ മരിച്ചവൻ എന്ത് കിട്ടി? അവന്റെ ജീവിതം അതോടുകൂടി നഷ്ടമാവുകയില്ല. ആ കുടുംബത്തിനൊരു ജീവനാണല്ലോ നഷ്ടമാകുന്നത്. അതുകൊണ്ട് പണം കൊണ്ട് ഒരു പ്രത്യേകം ചെക്ക് എഴുതി വെച്ചതുപോലെയാണ്. മരിച്ച ഉടനെ 5 ലക്ഷം 10 ലക്ഷം ഒക്കെ കൊടുക്കുമ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന് കൃത്യമായ നിയന്ത്രണങ്ങൾ നമ്മുടെ ഗവൺമെന്റിന്റെ കീഴിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം. ഒന്നുകിൽ വനത്തിന് ചുറ്റുമായിട്ട് വേലികളും മറ്റു കാര്യങ്ങളൊക്കെ ആധുനിക സമ്പ്രദായമൊക്കെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തണം. എന്തായാലും ഈ ഒരു സഹോദരി നമ്മളൊക്കെ വേദനയിലാഴ്ത്തി, അതിനേക്കാളൊക്കെ അപ്പുറം ഒരുപാട് പേരുടെ ജീവനുകൾക്ക് വില കൂടി നൽകി എന്നുള്ളതാണ്. ഇനി ഗവൺമെന്റ് ഇതിൽ ഉണർന്ന് പ്രവർത്തിക്കും എന്ന് തന്നെ നമുക്ക് നോക്കാം. ഏറ്റവും ചുരുക്കി പറയുമ്പോൾ ഈ ഒരു അന്വേഷണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്മാര് തങ്ങളുടെ ജീവൻ പോലും അപകടത്തിലായിട്ട് ഈ നരഭോജി കടുവയ്ക്ക് പിന്നാലെ പോയിട്ടുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, അവരെ ഒന്നും നമ്മൾ വിസ്മരിച്ചു പോകരുത്. എല്ലാവരെയും ഈ ഒരു നിമിഷത്തിൽ പ്രത്യേകം അഭിനന്ദിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക്. ഇനി നിയമങ്ങൾ വാറട്ടെ, മനുഷ്യന് മുൻഗണന നൽകുന്ന, മനുഷ്യന്റെ ജീവന് ഭീഷണിയാകുന്നതൊന്നും അനുവദിച്ചു കൂടാ എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.